ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത വിദ്യയെക്കുറിച്ചാണ്. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷങ്ങൾ, അതൊരു സാധാരണ സമയമല്ല. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന അസാധാരണമായ ഒരു അവസരമാണ്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം വെറും വിശ്രമത്തിനുള്ളതല്ലേ എന്ന്. എന്നാൽ ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ നിമിഷങ്ങൾ നിങ്ങളുടെ തലച്ചോറിനും ഉപബോധ മനസ്സിനും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സമയമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എല്ലാ ദിവസവും 15 മിനിറ്റ് ചെയ്താൽ മതി. അത്ര മതി, വെറും 15 മിനിറ്റ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ദിവസം അവസാനിക്കുന്ന ആ നിമിഷം, അതാണ് നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കം. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പുള്ള ആ നിമിഷങ്ങൾ നിങ്ങളുടെ ഭാവിയെ പുനർനിർമ്മിക്കാൻ ഏറ്റവും ശക്തമായ സമയമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ആ നിമിഷത്തിൽ നിങ്ങളുടെ തലച്ചോറ് ഒരു മാജിക്കൽ അവസ്ഥയിലേക്ക് മാറുന്നു. നിങ്ങളുടെ തലച്ചോറ് ബീറ്റ തരംഗങ്ങളിൽ നിന്ന്, അതായത് നിങ്ങളുടെ ദൈനംദിന തിരക്കിന്റെ തരംഗങ്ങളാണ് ഈ ബീറ്റ തരംഗങ്ങൾ. അത് ഞാൻ ഒന്നും കൂടി വിശദമാക്കാം. ബീറ്റ തരംഗങ്ങളിൽ നിന്നും ആൽഫ തരംഗങ്ങളിലേക്ക്. ആൽഫ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശാന്തമായ, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ. പിന്നെ ഈ ആൽഫ തരംഗങ്ങൾ തീറ്റ തരംഗങ്ങളിലേക്ക്. അവിടെയാണ് ഉപബോധ മനസ്സിലേക്കുള്ള ആ കവാടം. ആ തീറ്റ തരംഗങ്ങളിലേക്ക് മാറുന്നു. ഈ തീറ്റ എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും ശക്തമായ സ്വർഗാത്മകമായ നിമിഷമാണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് പറയാമേ. ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദിവസത്തെ തിരക്കിട്ട ചിന്തകളിൽ നിന്നും നമ്മുടെ തലച്ചോറ് പതിയെ വിശ്രമത്തിലേക്ക് മാറുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ബീറ്റ തരംഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനുള്ള അവസ്ഥയാണ്. എന്നാൽ ഉറക്കത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ബീറ്റ തരംഗങ്ങൾ മാറി ആൽഫ തരംഗങ്ങളിലേക്ക് മാറുന്നു. ഇത് കൂടുതൽ വിശ്രമമുള്ള ശാന്തമായ അവസ്ഥയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയം. അതിനുശേഷം ഈ ബീറ്റ തരംഗങ്ങൾ തീറ്റ തരംഗങ്ങളിലേക്ക് കടക്കുന്നു. ഇതാണ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ കവാടം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഈ 15 മിനിറ്റ് പ്രാർത്ഥന എന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ 5% മാത്രമാണ് നിങ്ങളുടെ ബോധ മനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡ്. 5%. അതായത് നിങ്ങളുടെ ദൈനംദിന ചിന്തകൾ, തീരുമാനങ്ങൾ, അതെല്ലാം നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതല്ലേ, ചിന്തകളായാലും തീരുമാനങ്ങളായാലും. മനസ്സിലായോ? ബാക്കി 95% അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സാണ് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, ദഹനം എല്ലാം നിയന്ത്രിക്കുന്നത്. അത് നമ്മൾ അറിയുന്നുണ്ടോ? അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടക്കുന്നല്ലേ. അതിനപ്പുറം നിങ്ങളുടെ ഓരോ ഓർമ്മ, വിശ്വാസം, നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഈ ഉപബോധ മനസ്സ് പലപ്പോഴും പഴയ ഉപയോഗശൂന്യമായ പ്രോഗ്രാമുകളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബാല്യത്തിലെ നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ പഴയ പരാജയങ്ങൾ, നിങ്ങളുടെ പരിമിതികൾ, അങ്ങനെ. പക്ഷേ രാത്രി ഉറക്കത്തിന് മുൻപുള്ള ഈ തീറ്റാവസ്ഥ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഉപബോധ മനസ്സിന്റെ ആ ഒരു കവാടം. ഈ പഴയ പ്രോഗ്രാമുകൾ മാറ്റി എഴുതാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മനസ്സ് ഒരു മൃദുവായ കളിമണ്ണ് പോലെ ആകുന്നു. അതിൽ നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ, പുതിയ വിശ്വാസങ്ങൾ, പുതിയൊരു ഭാവി വരെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥ ഒരു കുട്ടിയുടെ മനസ്സിനോട് സാമ്യമുള്ളതാണ്. കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്ര വേഗം പഠിക്കുന്നത്? കാരണം 7 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മനസ്സ് തീറ്റ അവസ്ഥയിലാണ്. അവർ പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഉൾക്കൊള്ളുന്നു. അതായത് ഞാനൊന്ന് ചുരുക്കി പറയാം, ഉറങ്ങുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളുടെ ഭംഗി എന്തെന്നാൽ നമ്മളുടെ ബോധ മനസ്സിനും ഉപബോധ മനസ്സിനും ഇടയിലുള്ള പ്രധാന കവാടം തുറക്കാൻ തുടങ്ങുന്നു എന്നതാണ്. നമ്മുടെ തലച്ചോറിലെ വിശകലനം ചെയ്യുന്നതും വിലയിരുത്തുന്നതുമായ ഭാഗം ശാന്തമാകാൻ തുടങ്ങുന്നു. ഇത് പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും നമ്മുടെ ഉപബോധ മനസ്സിൽ നേരിട്ട് ഉറപ്പിക്കാനുള്ള മികച്ചൊരവസരം ഒരുക്കുന്നു. അതാണ്
ഈ 15 മിനിറ്റ് പ്രാർത്ഥനാ രീതി സ്ഥിരമായിട്ട് പരിശീലിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഉറങ്ങുന്നതിന് മുമ്പ് ആഗ്രഹങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഘടനയെ തന്നെ മാറ്റി എഴുതുകയാണ്. നിങ്ങളുടെ ആഗ്രഹിച്ച ഭാവിയെ പിന്തുണയ്ക്കുന്ന പുതിയ നാഡീവ്യൂഹങ്ങൾ, അതായത് ന്യൂറൽ നെറ്റ്വർക്ക്സ് നിങ്ങൾ ഉണ്ടാക്കുകയാണ്. പഴയ ശീലങ്ങളെയും ചിന്തകളെയും ആവർത്തിക്കുന്നതിന് പകരം പുതിയ വഴി തുറക്കുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പുള്ള തീറ്റാവസ്ഥ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതിലൂടെ പുതിയ വിവരങ്ങളും വിശ്വാസങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അതിവേഗം ഡൗൺലോഡ് ചെയ്യാനുള്ള കുട്ടിക്കാലത്തെ കഴിവ് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ ഈ രാത്രി സമയത്ത് ചെയ്യുന്ന ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ എത്രത്തോളം സ്ഥിരമായി പരിശീലിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ ഫലം ശക്തമാവും. ഓരോ രാത്രിയും കഴിഞ്ഞ രാത്രിയിലെ പ്രവർത്തനത്തിൽ മേൽ കെട്ടിപ്പടുക്കുന്നു. പലരും മാറ്റങ്ങളുമായിട്ട് മല്ലിടുന്നത് അവർ ഇച്ഛാശക്തി, അതായത് വിൽ പവർ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ഇച്ഛാശക്തി നിങ്ങളുടെ ബോധമനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോധമനസ്സെന്ന് പറഞ്ഞാൽ 5% മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഉപബോധ മനസ്സ് മിക്കവാറും എല്ലായ്പ്പോഴും വിജയിക്കും. അതുകൊണ്ടാണ് പുതുവർഷ പ്രതിജ്ഞകൾ പലപ്പോഴും ഫെബ്രുവരി ആകുമ്പോഴേക്കും പരാജയപ്പെടുന്നത്. നിങ്ങളുടെ മാനസിക ശേഷിയുടെ 5% മാത്രം ഉപയോഗിച്ചാണ് നിങ്ങൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും പുതിയ വർഷമാകുമ്പോൾ പ്രതിജ്ഞകളൊക്കെ എടുക്കും. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം ആകുമ്പോഴത്തേന് അതെല്ലാം കഴിയും. ചിലപ്പോൾ അവിടെ പോലും എത്താറില്ല. ഈ രാത്രികാല പരിശീലനം വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിനെതിരെ പോരാടുന്നതിന് പകരം അത് പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ പുനർരൂപകൽപ്പന ചെയ്യുകയാണ്. നിങ്ങളുടെ പുതിയ ഭാവിയെ ലക്ഷ്യമാക്കി നിങ്ങളുടെ മനസ്സിൻ്റെ 100% വിന്യസിക്കുകയാണ്. അത് സംഭവിക്കുമ്പോൾ മാറ്റത്തിന് ബുദ്ധിമുട്ട് ആവശ്യമില്ല. അത് സ്വാഭാവികമായി, ഏതാണ്ട് അനായാസമായി സംഭവിക്കുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലേ, നമ്മുടെ ചിന്തകൾ ഒരു റേഡിയോ സിഗ്നൽ പോലെയാണ്. നിങ്ങൾ എന്ത് ഫ്രീക്വൻസി അയക്കുന്നുവോ അതിനോട് ചേർന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങളുടെ തീറ്റ അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സ് ഈ ഫ്രീക്വൻസി വളരെ വ്യക്തമായിട്ട് അയക്കുന്നു. ഒരു റേഡിയോയിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്ന പോലെ നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചവുമായി ഒരേ തരംഗ ദൈർഘ്യത്തിൽ ബന്ധപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ 15 മിനിറ്റ് പ്രാർത്ഥനാ രീതി എന്ന് നോക്കാം. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ കഴിയുന്നൊരു രീതിയാണ്. ഞാനിത് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങൾ രാത്രിയിൽ ചെയ്താൽ മതി. അതായത് നമുക്കൊരുമിച്ച് ഈ പ്രക്രിയയിലൂടെ കടന്നു പോകാം. ഒരു സുഖകരമായ ശാന്തമായ മനോഭാവത്തോടെ നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് ഒരു യാത്ര തുടങ്ങാം. ആദ്യം ശാന്തമാകുക. കിടക്കയിൽ കിടന്ന് കണ്ണുകൾ അടച്ച് 3 ആഴത്തിലുള്ള സാവധാനത്തിലുള്ള ശ്വാസങ്ങൾ എടുക്കുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങളുടെ ശരീരം കിടക്കയിലേക്ക് അലിഞ്ഞു ചേരുന്നതായിട്ട് അനുഭവിക്കൂ. നിങ്ങളുടെ പേശികൾ അയഞ്ഞു പോകുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് മന്ദഗതിയിലാകുന്നു. ശ്വാസം താളാത്മകമാകുന്നു. ഒരു പുഴയിൽ ഒഴുകുന്ന ഇല പോലെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇത് വെറുമൊരു ഭാവനാപരമായ പ്രയോഗമല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഏകദേശം 40,000 ന്യൂറോണുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനേക്കാൾ വ്യത്യസ്തമായിട്ട് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു 2ാം തലച്ചോറാണ്. നിങ്ങളുടെ തലച്ചോറ് യുക്തിയിലും ഭാഷയിലും മികച്ചതാണെങ്കിൽ നിങ്ങളുടെ ഹൃദയ തലച്ചോറ് ബന്ധങ്ങളിലും അർത്ഥങ്ങളിലും പ്രത്യേകത പുലർത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥ നന്ദിയുടെ ഒരു വികാരം ഉണ്ടാക്കാൻ തുടങ്ങുക. നന്ദി എന്ന ആശയം മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ അനുഭവം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി നന്ദിയുള്ള ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ ചിന്തിക്കുക.
ആ ഊഷ്മളമായ വികാരം നിങ്ങളുടെ നെഞ്ചിൽ വ്യാപിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന വൈകാരിക ഫ്രീക്വൻസികളിൽ ഒന്നാണ് നന്ദി. അത് നിങ്ങളുടെ ഊർജത്തെ തൽക്ഷണം മാറ്റുന്നു. നിങ്ങളുടെ ശരീരം വിശ്രമിക്കുകയും ഹൃദയം നന്ദിയോടെ ഉണരുകയും ചെയ്യുമ്പോൾ ഈ പരിശീലനത്തിൻ്റെ യഥാർത്ഥ പ്രാർത്ഥനാ ഭാഗത്തിനായി നിങ്ങൾ തയ്യാറാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പലതായിരിക്കും. ഇപ്പം ഞാൻ ഈ എക്സാമ്പിളിൽ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഓരോരുത്തർക്കും ഉള്ളത്. ഞാനിതിപ്പോൾ എക്സാമ്പിളായിട്ട് പറയണേ. ഉദാഹരണത്തിന്, ഞാനിനി ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന വ്യക്തിയല്ല. അതായത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയണം. ഒരു ദേഷ്യമുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ പറയേണ്ടത്, ഞാൻ ഇനി ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന വ്യക്തിയല്ല. ഞാൻ എൻ്റെ സർഗാത്മകതയെ സംശയിക്കുന്ന വ്യക്തിയല്ല. എൻ്റെ പഴയ പരാജയങ്ങൾ എന്നെ നിർവചിക്കുന്നില്ല. ഈ പ്രക്രിയ എൻ്റെ മനസ്സിൽ പുതിയ സാധ്യതകൾക്ക് ഇടം സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളിതിവിടെ പറയുന്നതെന്നറിയോ? അതായത് ഒരു കപ്പ് നിറഞ്ഞിരിക്കുമ്പോൾ പുതിയത് അവിടെ നിറയ്ക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ പഴയ കാര്യങ്ങളെല്ലാം എടുത്തു കളയാണ്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങളുടെ പുതിയ നിങ്ങളെ വ്യക്തമാക്കണം. നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണോ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്, അതിവിടെ പ്രഖ്യാപിക്കണം. ഞാൻ എക്സാമ്പിൾ പറയാം. ഇതൊന്നും ആയിരിക്കത്തില്ല എല്ലാവർക്കും ഉള്ളത്, എന്നാലും ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഞാൻ ശാന്തതയോടും ജ്ഞാനത്തോടും കൂടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ഞാൻ ആരോഗ്യവും ഊർജവും നിറഞ്ഞൊരു വ്യക്തിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനാകുമെന്നല്ല, ഞാനാണ് എന്നാണ് ഇവിടെ പറയേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനോട് പറയുന്നു, മാറ്റം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. ഇനി ഈ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനുശേഷം നിങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പുതിയ ജീവിതത്തിൻ്റെ ഒരു മനോഹരമായ സിനിമ മനസ്സിൽ സൃഷ്ടിക്കുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, അതിൻ്റെ ഒരു സിനിമ മനസ്സിൽ സൃഷ്ടിക്കണം. നിങ്ങളെ പഴയ പോലെ പ്രകോപിപ്പിച്ചിരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ ശാന്തമായിട്ട് ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്ന നിങ്ങളെ കാണണം. നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളതും ഊർജ്ജസ്വലവുമായി അനുഭവിക്കുന്നു. നിങ്ങളുടെ പുതിയ വാക്കുകൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ എല്ലാം വ്യക്തമായിട്ട് ദൃശ്യവൽക്കരിക്കണം. ഈ അനുഭവത്തോടൊപ്പം സന്തോഷം, സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം, നന്ദി തുടങ്ങിയ വികാരങ്ങൾ അനുഭവിക്കണം. നിങ്ങളുടെ ശരീരം ഈ വികാരങ്ങൾ യഥാർത്ഥമായിട്ട് അനുഭവിക്കണം. നിങ്ങളുടെ മനസ്സിന് ഇതൊരു യഥാർത്ഥ അനുഭവമാണോ അതോ ഭാവനയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയരുത്. അതായത് ഈ മാനസിക സിനിമ കഴിയുന്നത്ര വ്യക്തമാക്കണം. നിങ്ങൾ എത്ര കൂടുതൽ ഇന്ദ്രിയങ്ങളെ ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം അത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യമായിട്ട് മാറും. അതായത് ഈ മാനസിക സിനിമ കഴിയുന്നത്ര വ്യക്തമാക്കുക. നിങ്ങൾ എത്ര കൂടുതൽ ഇന്ദ്രിയങ്ങളെ ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യമായിട്ട് മാറും. ഈ സിനിമ അനുഭവിക്കുമ്പോൾ ഇത് പുതിയ ഒരു യാഥാർത്ഥ്യത്തോടൊപ്പം ഉണ്ടാകുന്ന വികാരങ്ങൾ അനുഭവിക്കാൻ സ്വയം അനുവദിക്കുക. വിഷ്വലൈസേഷൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് മനസ്സിലായില്ലെങ്കിൽ അത് പോയി കാണാം കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രപഞ്ചത്തോട് ഇത് സമർപ്പിക്കുക എന്നതാണ്. അവസാനമായി പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഉദ്ദേശം സമർപ്പിക്കുക. ഇതോ ഇതിനേക്കാൾ മികച്ചതോ എല്ലാവർക്കും ഉന്നതമായ നന്മയ്ക്കായി ഇവിടെ സംഭവിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ഈ ഒരു പ്രസ്താവന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നാമതായി, നിങ്ങൾ സങ്കല്പിച്ചതിലും മികച്ച എന്തെങ്കിലും സാധ്യമായേക്കാമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. രണ്ടാമത്തേത്, നിങ്ങളുടെ പ്രാർത്ഥന വലിയ നന്മയ്ക്കായിട്ടാണെന്ന് നിങ്ങളിത് ഉറപ്പിക്കുന്നു. മൂന്നാമത്തേത്, നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിനകം ലഭിച്ചതുപോലെ നന്ദി പ്രകടിപ്പിക്കുന്നു. അതാണ് 3 നന്ദി, നന്ദി, നന്ദി എന്നുള്ളത്.
ഈ ഒരു പരിശീലനത്തിനിടയിൽ നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം. നിങ്ങൾ ഈ തരത്തിലുള്ള മാനസിക പരിശീലനത്തിൽ സ്ഥിരമായി ഏർപ്പെടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പുതിയ ഒരു നാഡീവ്യൂഹങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്, അതായത് ന്യൂറൽ പാത്വേകൾ. ഇതിനെയാണ് സ്വയം നിർമ്മിത ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിച്ച മാനസിക പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ സ്വന്തം തലച്ചോറിനെ പുനഃക്രമീകരിക്കാനുള്ള നിങ്ങളുടെ കഴിവ്. ഓരോ തവണയും നിങ്ങൾ ഒരു ചിന്ത ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോണുകൾ ഒരു പ്രത്യേക പാറ്റേണിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആ ഒരു ചിന്ത എത്രത്തോളം ആവർത്തിക്കുന്നുവോ അത്രത്തോളം ആ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം ശക്തമാകും. ഇതാണ് പ്രശസ്തമായ ന്യൂറോ സയൻസിൻ്റെ തത്വം. ഇതാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. മിക്ക ആളുകളുടെയും നാഡീവ്യൂഹങ്ങൾ വർഷങ്ങളോളം ഒരേ ചിന്തകൾ ചിന്തിച്ചും ഒരേ വികാരങ്ങൾ അനുഭവിച്ചും ഒരേ സ്വഭാവങ്ങളിൽ ഏർപ്പെട്ടും ഉണ്ടാക്കിയെടുത്ത വഴികളാണ്. ഈ നാഡീവ്യൂഹങ്ങൾ അത്രയധികം സ്ഥാപിതമാണ്. നിങ്ങളുടെ തലച്ചോറ് യാന്ത്രികമായി അവയിലേക്ക് തിരിയുന്നു. അതുകൊണ്ടാണ് മാറ്റം ഇത്രയും ബുദ്ധിമുട്ടായി തോന്നുന്നത്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഭൗതിക ഘടനയ്ക്കെതിരെ പോരാടുകയാണ്. എന്നാൽ നിങ്ങളുടെ തലച്ചോറിന് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പുതിയ വഴികൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് ന്യൂറോജെനിസിസ് എന്നും ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. പുതിയ ചിന്താ പാറ്റേണുകൾ സ്ഥിരമായി പരിശീലിക്കുകയും പുതിയ വൈകാരിക അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രതികരണ ശേഷിയുള്ള തീറ്റാവസ്ഥയിൽ നിങ്ങൾ പുതിയ നാഡീവ്യൂഹങ്ങൾ കൊത്തിയെടുക്കാൻ തുടങ്ങുന്നു. ആദ്യം ഈ ഒരു പുതിയ പാതകൾ നിങ്ങളുടെ നിലവിലുള്ള പാറ്റേണുകളുടെ സൂപ്പർ ഹൈവേകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു കാൽനട പാതകൾ പോലെയാണ്. എന്നാൽ സ്ഥിരമായി പരിശീലനത്തിലൂടെ ഈ കാൽനട പാതകൾ റോഡുകളായും ഒടുവിൽ പുതിയ ഹൈവേകളായും മാറുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ പാറ്റേണുകൾ നിങ്ങളുടെ സ്ഥിരസ്ഥിതി മോഡായി മാറുന്നു. നിങ്ങളുടെ പഴയ പാറ്റേണുകൾ ഒരിക്കൽ ചെയ്തതുപോലെ യാന്ത്രികവും അനായാസവുമായിട്ട് മാറുന്നു. ഇവിടെ പ്രധാനം സ്ഥിരതയാണ്. 1-2 പരിശീലന സെഷനുകൾക്ക് ശേഷം നിങ്ങളുടെ തലച്ചോറ് സ്ഥിരമായി പുനഃക്രമീകരിക്കപ്പെടില്ല. അതുകൊണ്ടാണ് 15 മിനിറ്റ് പ്രാർത്ഥന നിങ്ങളുടെ രാത്രിയിലെ ദിനചര്യയുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാക്കാൻ ഞാൻ പറയുന്നത്. പല്ലു തേക്കുന്നതിനോ അത്യാവശ്യം മരുന്ന് കഴിക്കുന്നതിനോ തുല്യമായിട്ടുള്ള പ്രാധാന്യം ഇതിനും നിങ്ങൾ കൊടുക്കുക. പിന്നൊരു കാര്യം, ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു വരുന്ന കാര്യം, എത്ര ദിവസം ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, 21 ദിവസം ചെയ്താൽ പോരാ. 66 ദിവസം വരെ എങ്കിലും കുറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് 90 ദിവസമെങ്കിലും അത്രയും ചെയ്യണം. എന്നാൽ മാത്രമേ ഈ കാൽനട പാത എന്നുള്ളത് റോഡായി മാറുകയും പിന്നെ അത് ഹൈവേ ആയിട്ട് മാറുകയും ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന്? ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 21 ദിവസം ചെയ്യുമ്പോൾ നമ്മളൊരു കാട്ടിൽ കൂടി ഒരു പാത ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ അവിടെ ഒരു പാത ഉണ്ടാവും, ഇല്ലേ? പക്ഷേ നമ്മൾ 21 ദിവസം അവിടെ സ്ഥിരമായിട്ട് നടന്നു, ആ പാത ഒരു കാൽനട പാത പോലെ വന്നു. പക്ഷെ അത് അവിടെ വെച്ച് നിർത്തിയാൽ എന്താ അവിടെ സംഭവിക്കുക? പിന്നെ അവിടെ പുല്ല് കയറി വളരും, അല്ലേ? അവിടെ നമ്മൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പാത ചെറിയൊരു വഴിയാക്കി മാറ്റാൻ പറ്റുള്ളൂ, അല്ലേ? അതുകൊണ്ട് മിനിമം 90 ദിവസം ഞാൻ പറയുന്നു. പക്ഷെ അതിൽ കൂടുതൽ ദിവസം നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് മിനിമം 90 ദിവസമെങ്കിലും ഇത് കറക്റ്റായിട്ട് ചെയ്യുക. ഇനി ഈ ഒരു ശീലം നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. പക്ഷേ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് നേരിടാൻ സഹായിക്കാം. ഇതിൽ ഏറ്റവും സാധാരണമായ വെല്ലുവിളികളിലൊന്നാണ് പൂർണ്ണമായ പരിശീലനം പൂർത്തിയാകുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോവുക എന്നത്, ഇല്ലേ? അതിപ്പോൾ മിക്കവാറും എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യം കേട്ടോ. അതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ സാധാരണമാണിത്. കാരണം നിങ്ങൾ പ്രവേശിക്കുന്ന വിശ്രമാവസ്ഥ ഉറക്കത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളോട് വളരെ സമാനമാണ്. ഇത് നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് രാത്രികളിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് പരിശീലനം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഞാൻ നോക്കിയിട്ട് നല്ലത്. നിങ്ങളുടെ മനസ്സ് ആഴത്തിലുള്ള വിശ്രമത്തിൽ അവബോധം നിലനിർത്താൻ പഠിക്കുന്നത് വരെ നിങ്ങൾ
ഇരുന്നു കൊണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. പക്ഷേ അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു രീതി. പക്ഷേ നിങ്ങൾ പരിശീലനം ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം മിക്കവാറും ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ശേഷം നിങ്ങൾ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ പൂർണ്ണ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയും. അപ്പം അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി രണ്ടാമത്തെ നിങ്ങളുടെ വെല്ലുവിളി എന്താണെന്ന് പറയട്ടെ. ഇത് ശരിക്കും വർക്ക് ചെയ്യുമോ അതോ ഇത് വെറുതെ ആണോ എന്നുള്ള സംശയങ്ങൾ, അതായത് ചിന്തകൾ നിങ്ങൾക്ക് വരുന്നു. അതായിരിക്കും നിങ്ങളുടെ രണ്ടാമത്തെ വെല്ലുവിളി. ഇത് പ്രവർത്തിക്കുന്നില്ല, ഇത് വിഡ്ഢിത്തരമാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നിങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സ് പറയാനുള്ള ചാൻസ് ഉണ്ട്. എന്താന്ന് പറയട്ടെ, ഈ ശബ്ദം നിങ്ങളുടെ പഴയ പ്രോഗ്രാമിംഗ് നിലവിലുള്ള അവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നതാണെന്ന് നിങ്ങളപ്പോൾ ഓർമ്മിക്കുക. ഈ ചിന്തകൾക്കെതിരെ നിങ്ങൾ പോരാടേണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ നടന്നോട്ടെ. അതിനധികം കൂടുതൽ ഊർജം കൊടുക്കാതിരുന്നാൽ മതി. പകരം അവയെ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങളുടെ പരിശീലനത്തിലേക്ക് മടങ്ങുക. ഇങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ അവിടെ കൊടുക്കുക. അതിനുശേഷം പിന്നെയും നിങ്ങൾ പ്രാക്ടീസിലോട്ട് മടങ്ങുക. കാലക്രമേണ നിങ്ങൾ ഒരു പുതിയ നാഡീവ്യൂഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ സംശയമൊക്കെ പതിയെ മാറിക്കൊള്ളും. ഇനി മൂന്നാമത്തെ വെല്ലുവിളി എന്താണെന്ന് പറയട്ടെ. നിങ്ങൾ പരിശീലനം ആരംഭിക്കുകയും പിന്നീട് നാളത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയോ ഇന്നത്തെ സംഭവങ്ങൾ വീണ്ടും കാണുകയോ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താ, ചിലപ്പോൾ പെട്ടെന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ, ഇന്ന് ആ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറി വരും. ഇതും പൂർണ്ണമായിട്ട് സാധാരണമാണ് കേട്ടോ. പ്രധാന കാര്യം സ്വയം വിലയിരുത്താതെ നിങ്ങളുടെ ശ്രദ്ധ ശാന്തമായ പരിശീലനത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് അലഞ്ഞു നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് തിരികെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനസിക നിയന്ത്രണം ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെ തിരക്കേറിയ ആധുനിക ജീവിതത്തിൽ സ്ഥിരതയും ഒരു വെല്ലുവിളിയാകാം. രാത്രിയിൽ ജോലി, കുടുംബപരമായ ബാധ്യതകൾ അല്ലെങ്കിൽ വെറുതെ മറന്നു പോകുന്നത് വരെ ഒരു കാരണമാണ്. നിങ്ങൾക്കൊരു രാത്രി വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് പരിശീലനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു ഒഴുകഴിവായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. തുടർച്ചയായിട്ട് 2 രാത്രികൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരു രാത്രി ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ പോയെങ്കിലും അതിന് പിറ്റേ ദിവസവും കൂടി നിങ്ങളത് നഷ്ടപ്പെടുത്തരുത്. ഒരു രാത്രി നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പുരോഗതിയെ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. എന്നാൽ പരിശീലനം ഉപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് ബാധിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു പുരോഗതി ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കിടക്കയുടെ അടുത്ത് ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ജേണലോ സൂക്ഷിക്കുന്നത് നല്ലതാണേ. ഓരോ രാവിലെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കിടയിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഉണ്ടായ അനുഭവങ്ങളോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഫീലിങ്സോ അതൊക്കെ ആ ഡയറിയിൽ എഴുതി വെക്കാം. 1 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു ജേണൽ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ മാറ്റം ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഈ നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്താനുള്ള കഴിവ് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 15 മിനിറ്റ് എന്നുള്ളൊരു സമയമില്ലേ, ആ ഒരു പരിശീലനമില്ലേ, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ സമയം. ഈ ഒരു കാര്യം ചെയ്തിട്ട് ഒരുപാട് പേർക്ക്, അതായത് ഈ 15 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് 45 മിനിറ്റിലേക്കൊക്കെ ചെലവഴിച്ചിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ കൂടുതൽ നേരം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല കാര്യം, സ്ഥിരമായിട്ട് ചെയ്യുന്നതിലാണ് കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരം 15 മിനിറ്റ് എന്നുള്ളത് 30 മിനിറ്റ് ആക്കാം, അതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് നിങ്ങൾ കൂടുതൽ സമയത്തേക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ സമയമല്ല പ്രധാനം, നമുക്ക് പ്രധാനം സ്ഥിരത, അതായത് കൺസിസ്റ്റൻസി. ഇനി നിങ്ങൾ ഒരു ചെറിയ ഭാവന ചെയ്തു നോക്കൂ. ഞാൻ ഈ പറയുന്ന സമയത്ത്, അതായത് 30 ദിവസം നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന, ഈ 15 മിനിറ്റിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ദിവസം ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. പഴയ പോലെ നിങ്ങളെ പ്രകോപിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ഉറക്കം കൂടുതൽ ആഴമേറിയതാണ്. ചിലപ്പോൾ അപ്രതീക്ഷിതമായ അവസരങ്ങൾ നിങ്ങളുടെ വാതിൽ മുട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ 90 ദിവസം കഴിയുമ്പോൾ ഈ മാറ്റങ്ങൾ കൂടുതൽ വ്യക്തമാകും. നിങ്ങളുടെ ഊർജ്ജനില ഉയർന്നിരിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നു, ബന്ധങ്ങൾ കൂടുതൽ നന്നായിട്ട് പോകുന്നു. അതായത് കൂടുതൽ അർത്ഥവത്തായ ആകസ്മികതകൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരം സംഭവമായിട്ട് മാറുന്നു. ഇനി
30 ദിവസം കഴിഞ്ഞു, 90 ദിവസം കഴിഞ്ഞു. ഇനി 1 വർഷം 365 രാത്രികൾ ഈ പരിശീലനം തുടർന്നാൽ നിങ്ങൾ ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ പഴയ നിങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയില്ല. നിങ്ങളുടെ ഒരു ആന്തരിക അവസ്ഥ പൂർണ്ണമായിട്ട് മാറിയിരിക്കും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം തന്നെ എവിടെ ഇരുന്ന് ആ ഒരു ശാന്തതയും, അത് നിങ്ങൾക്ക് ടെൻഷനില്ല, സ്ട്രെസ്സില്ല, ടെൻഷനില്ല, അതേപോലെ തന്നെ ശാന്തത, സമാധാനം, ആത്മവിശ്വാസം അല്ലേ? നിങ്ങളുടെ ശരീരം ആരോഗ്യവും ഊർജവും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? ഇത് ശരിക്കൊരു ഭാവനയൊന്നും അല്ല കേട്ടോ. ഇത് കൃത്യമായ പരിശീലനത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചുമ്മാ തമാശ പറയുന്ന അല്ലത്. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ തലയിണയിൽ തല വെക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ പഴയ ജീവിതത്തിൻ്റെ പ്രോഗ്രാമുകൾ തുടരണോ അതോ ഒരു പുതിയ ഭാവി എഴുതണോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾ വിക്ടിമാവണോ അതോ നിങ്ങളുടെ സ്രഷ്ടാവാവണോ? ഈ 15 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി, നിങ്ങളുടെ വികാരങ്ങളുടെ ഊർജം, ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ സാധ്യതകൾ, ഇവയെല്ലാം ഒന്നിക്കുന്നൊരു നിമിഷം. ഇത് നിങ്ങളുടെ നിമിഷമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ തലയിണയിൽ തലവെക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഉറങ്ങാൻ പോവുകയല്ലെന്ന് ഓർക്കുക. നിങ്ങൾ ബോധത്തിൻ്റെ ഒരു പരീക്ഷണശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ കഴിയും. പ്രപഞ്ചം നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ അതിനോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഓക്കെ, നിങ്ങളുടെ സമയമാണിത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്